വലിയ സന്തോഷങ്ങൾക്കിടയിൽ നഷ്ടപ്പെട്ടു പോകുന്ന ചില ചെറിയ ഇഷ്ടങ്ങളുണ്ട്. ബാല്യത്തിൽ എപ്പോഴോ എന്നോടൊപ്പം നടന്ന് എനിക്കൊപ്പം വളർന്ന ചില ഇഷ്ടങ്ങൾ. ആ ഇഷ്ടങ്ങൾ സ്വന്തമാക്കാൻ എന്നോടൊപ്പം എന്നും ഉണ്ടായിരുന്ന എന്റെ ഫാമിലി. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ദേശീയപാത വികസനത്തിൽ നാദാപുരം റോഡിൽ അനുവദിക്കപ്പെട്ട അടിപ്പാത ഹൈസ്കൂൾ റോഡിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ആക്ഷൻ കമ്മിറ്റി നേതൃത്വത്തിൽ ബഹുജന പ്രതിഷേധ സംഗമം നടന്നു. ചോറോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ചന്ദ്രശേഖരൻ ഉദ്ഘാടനം ചെയ്തു. ദേശീയപാതയുടെ പണി തടഞ്ഞാൽ നേരത്തെ സ്വാഗത പ്രാസംഗികൻ സൂചിപ്പിച്ചതുപോലെ ചിലപ്പോൾ വലിയ കേസുകളൊക്കെ വരും. പക്ഷെ വലിയ കേസുകൾ വരുമെന്ന് വിചാരിച്ചിട്ട് നമുക്ക് 7.5 മീറ്റർ വീതി വേണ്ട ദേശീയപാതയുടെ സർവീസ് റോഡ് 2.5 മീറ്റർ വീതിയിൽ അനുവദിച്ചുകൊണ്ട് ആ പണി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല എന്ന നിലയിലേക്ക് ഞങ്ങൾ ആലോചിക്കുകയാണ്. ദേശീയപാത അതോറിറ്റിയുടെ ഉദ്യോഗസ്ഥന്മാർക്ക് അത് സംബന്ധിച്ച വിവരങ്ങൾ ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ കൈനാട്ടി നിങ്ങൾക്കിപ്പോൾ നോക്കിയാൽ കാണാം, മീത്തലങ്ങാടി ഭാഗത്തേക്ക് പോകുന്ന റോഡോട് ചേർന്നുകൊണ്ട് പുതിയ സർവീസ് റോഡ് ഉണ്ടാക്കി. ആ സർവീസ് റോഡ് അങ്ങനെ ഉണ്ടാക്കുമ്പോൾ തൊട്ടപ്പുറത്തുള്ള കുത്തനെയുള്ള കയറ്റത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന വാഹനങ്ങൾ പൂർണ്ണമായും ദേശീയപാതയിലൂടെ പോകുന്ന വാഹനങ്ങളുമായി കൂട്ടിമുട്ടി വലിയ രൂപത്തിലുള്ള ദുരന്തങ്ങൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അതും അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ട് ഒരു അനങ്ങാപ്പാറ നയമാണ് ഇപ്പോഴും അവർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഓരോ പ്രദേശത്തും നമ്മൾ വരുമ്പോൾ ആ പ്രദേശങ്ങളിലെ ജനങ്ങളുടെ വികാരം എന്ത് എന്ന് മനസ്സിലാക്കി, ജനങ്ങളുടെ ആവശ്യങ്ങൾ എന്ത് എന്ന് മനസ്സിലാക്കി അത് ചർച്ച ചെയ്ത് പരിഹരിച്ചുകൊണ്ട് ദേശീയപാതയുടെ നിർമ്മാണ പ്രവൃത്തി മുന്നോട്ട് കൊണ്ടുപോകുന്ന നിലപാട് സ്വീകരിക്കുന്നില്ല ദേശീയപാത അതോറിറ്റി. നമ്മൾ സമരം ചെയ്യുമ്പോൾ അവർ പറയും ഇവർ വികസന വിരോധികളാണ് എന്ന്. ഈ നാദാപുരം റോഡിലെയും ഈ കേരളത്തിലെ ഒരു സ്ഥലത്തുമുള്ള ജനങ്ങൾ വികസന വിരോധികളല്ല. ഏറ്റവും നല്ല വികസനം വളരെ വേഗതയിൽ നടപ്പിലാക്കാൻ ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും സഹായങ്ങളും ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്ന ജനതയാണ് കേരളത്തിലെ ജനത. പക്ഷേ വികസനം എന്ന പേര് പറഞ്ഞുകൊണ്ട് ജനങ്ങളുടെ ജീവിതം മുരടിപ്പിക്കുന്ന രൂപത്തിലേക്കുള്ള സമീപനങ്ങൾ വരുമ്പോൾ അതിനെ ശക്തിയുക്തം എതിർക്കാൻ നമ്മൾ തയ്യാറാകുന്നു. അല്ലാതെ ദേശീയപാത 45 മീറ്റർ നേരത്തെ വിജയൻ സൂചിപ്പിച്ചു, 60 മീറ്റർ ദേശീയപാത ജനങ്ങൾക്ക് ദ്രോഹകരമല്ലാത്ത രൂപത്തിൽ വരികയാണെങ്കിൽ അതിനെയും സ്വാഗതം ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. എന്നാൽ ജനസാന്ദ്രത കൂടുതലുള്ള ഈ കേരളത്തിൽ 60 മീറ്റർ ദേശീയപാത ഉണ്ടാക്കുമ്പോൾ കേരളത്തിലെ ജനങ്ങളുടെ വാസഗൃഹങ്ങൾ പൂർണ്ണമായി നഷ്ടപ്പെടുന്ന അവസ്ഥയും കേരളത്തിലെ വലിയ വിഭാഗം ജനങ്ങളുടെ ജീവിത ഉപാധികൾ നശിപ്പിക്കപ്പെടുന്ന അവസ്ഥയും വരുമെന്നുള്ളത് കൊണ്ടാണ് കേരളത്തിലെ സർവ്വ രാഷ്ട്രീയ പാർട്ടികളും യോജിച്ചുകൊണ്ട് 45 മീറ്റർ വികസനം പൂർത്തിയാക്കാൻ ആവശ്യമായ നിലയിലുള്ള നിലപാടെടുത്തത്. ചെയർമാൻ KM സത്യൻ അധ്യക്ഷത വഹിച്ചു. വാർഡ് മെമ്പർ ബിന്ദു വള്ളിൽ, K ഖാദർ ഹാജി, കരിമ്പിൽ കുഞ്ഞികൃഷ്ണൻ എന്നിവർ സംസാരിച്ചു. മടപ്പള്ളിയിലെ 2 ഹയർ സെക്കൻഡറി സ്കൂളുകളിലെ 5000 വിദ്യാർത്ഥികളുടെ സുഗമയാത്ര നിഷേധിക്കുന്ന സമീപനത്തിൽ നിന്ന് അധികൃതർ പിന്മാറാതെ സമരത്തിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്ന് ചെയർമാൻ KM സത്യൻ വ്യക്തമാക്കി. നാദാപുരം റോഡ് അനുവദിക്കപ്പെട്ട ദേശീയപാതയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അടിപ്പാത മടപ്പള്ളി ഹൈസ്കൂൾ ജംഗ്ഷനിൽ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇവിടെ രൂപീകരിച്ചിട്ടുള്ള ആക്ഷൻ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ കഴിഞ്ഞ കുറേ കാലമായി വലിയ ജനകീയ പ്രക്ഷോഭങ്ങൾ നടത്തി വരികയാണ്. നാദാപുരം റോഡ് എന്ന് പറയുന്ന പ്രദേശം ഒട്ടേറെ സ്ഥാപനങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ വിദ്യാലയങ്ങൾ കൊണ്ടും നിറഞ്ഞിട്ടുള്ളൊരു പ്രദേശമാണ്. മടപ്പള്ളി ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂൾ, മടപ്പള്ളി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ തുടങ്ങിയ വിദ്യാലയങ്ങളിൽ മാത്രം 5000-ലേറെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. 18,000 തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി സ്ഥിതി ചെയ്യുന്നത് നാദാപുരം റോഡിലാണ്. അതുപോലെ തന്നെ നാദാപുരം റെയിൽവേ സ്റ്റേഷൻ, വാഗ്ബടാനന്ദ പാർക്ക് തുടങ്ങിയ ഒട്ടേറെ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്ന ഈ നാദാപുരം റോഡിൽ അടിപ്പാത നിർമ്മിക്കണമെന്ന ആവശ്യം ദേശീയപാത അതോറിറ്റി വേണ്ട രൂപത്തിൽ പരിഗണിക്കുന്നില്ല. നാദാപുരം റോഡിൽ അനുവദിക്കപ്പെട്ടുള്ള അടിപ്പാത ഇപ്പോൾ നാദാപുരം റോഡ് ടൗണിൽ നിന്നും 410 മീറ്റർ അകലെയാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അത് നാദാപുരം റോഡിലെ ജനങ്ങൾക്കും ഇവിടെ നിത്യേന എത്തിച്ചേരുന്ന ആളുകൾക്കും യാതൊരു പ്രയോജനവുമില്ലാത്ത രൂപത്തിലാണ് നിർമ്മിക്കാൻ വേണ്ടി പോകുന്നത്. അതുകൊണ്ട് തന്നെ നാദാപുരം റോഡിൽ അനുവദിക്കപ്പെട്ടിട്ടുള്ള അടിപ്പാത മടപ്പള്ളി ഹൈസ്കൂളിൽ ജംഗ്ഷനിൽ സ്ഥാപിച്ചാൽ മാത്രമേ നാദാപുരം റോഡ് എത്തിച്ചേരുന്ന വിദ്യാർത്ഥികൾക്കും പൊതുജനങ്ങൾക്കും ഇവിടുത്തെ കച്ചവടക്കാർക്കും അതുപോലെ തന്നെ മോട്ടോർ തൊഴിലാളികൾക്കും എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അതുകൊണ്ട് ദേശീയപാത അതോറിറ്റിയോടും ബന്ധപ്പെട്ട അധികാരികളോടും ഞങ്ങൾക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, നാദാപുരം റോഡിൽ അനുവദിക്കപ്പെട്ടുള്ള അടിപ്പാത മടപ്പള്ളി ഹൈസ്കൂളിൽ ജംഗ്ഷൻ തന്നെ സ്ഥാപിക്കണമെന്നുള്ളതാണ്.
ഞങ്ങളുടെ ആദ്യത്തെ ഡിമാൻഡ് നാദാപുരം റോഡിൽ ഒരു എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നുള്ളതാണ്. നാദാപുരം ടൗൺ രണ്ടായി വിഭജിക്കപ്പെടും. ദേശീയപാതയുടെ നിർമ്മാണത്തോടുകൂടി നാദാപുരം റോഡ് ടൗൺ രണ്ടായി വിഭജിക്കപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷം വരും. അതുകൊണ്ട് ഇവിടെ എലിവേറ്റഡ് ഹൈവേ സ്ഥാപിക്കണമെന്നാണ് ഞങ്ങൾ ആദ്യം ഉന്നയിച്ച ആവശ്യം. പക്ഷേ ആ ആവശ്യം പരിഗണിക്കാൻ പറ്റില്ല എന്നും അത് സാമ്പത്തികമായി വലിയ ബാധ്യതയാകും എന്നാണ് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെൻറ് ഞങ്ങളോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇവിടെ ഒരു അടിപ്പാത അനുഭവിച്ചിട്ടുള്ളത്. ആ അടിപ്പാതയും യഥാർത്ഥ സ്ഥലത്ത് നിർമ്മിക്കാതെ ഇവിടുത്തെ ജനങ്ങൾക്ക് യാതൊരു ഉപകാരവുമില്ലാത്ത സ്ഥലത്ത് നിർമ്മിച്ചുകൊണ്ട് ജനങ്ങളെ കബളിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു നയസമീപനമായിട്ടാണ് ദേശീയപാത അതോറിറ്റി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നാദാപുരം റോഡിൽ ഹൈസ്കൂൾ ജംഗ്ഷനിൽ അടിപ്പാത അനുവദിച്ചത് കിട്ടുന്നവരെ ജനകീയ സമരവുമായി മുന്നോട്ട് പോകാനാണ് ഏഷ്യൻ കൗൺസിൽ തീരുമാനിച്ചിട്ടുള്ളത്. കൺവീനർ CK വിജയൻ സ്വാഗതം പറഞ്ഞു. വിവിധ സംഘടനാ പ്രതിനിധികൾ പങ്കെടുത്തു. K. സജിത്ത് നന്ദി പറഞ്ഞു.